പറയാനൊന്നും നോക്കിക്കേ. എന്റെ ഡാറ്റ മിസ്സായി പോയിട്ടുണ്ട്, കുറെ ഡാറ്റ കാണുന്നില്ല. ഇതിന്റെ മുന്നേ ഇതുപോലെ ആയിട്ട് കാണുന്നുണ്ടല്ലോ. ഇത് ബാക്കപ്പ് എടുത്ത് വെച്ചില്ലേ? ആക്ച്വലി ഇതിന്റെ മുന്നേ ഇതുപോലെ എനിക്ക് പോയിട്ടുണ്ട്, മിസ്സായി പോയിട്ടുണ്ട്. ഇതിന്റെ ഒരു കോപ്പി ബാക്കപ്പ് ആക്ച്വലി ഞാൻ ഹാർഡ് ഡിസ്കിൽ എടുത്തിരുന്നു, ഞാൻ ഹാർഡ് ഡിസ്കും ചെക്ക് ചെയ്ത് നോക്കി, കാണുന്നില്ല. അതും എൻക്രിപ്റ്റ് ആയിട്ടുണ്ട്, അതായത് കാണുന്നില്ല. എനിക്ക് ആ ഡാറ്റ ഓപ്പൺ ചെയ്യാൻ, ചിലത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ചില ഡാറ്റ കാണുന്ന പോലും ഇല്ല എനിക്ക്. ഇത് മറ്റൊന്നുമല്ല, റാൻസംവെയർ അറ്റാക്ക് കിട്ടിയതാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക നമുക്ക്? ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടത് റാൻസംവെയർ അറ്റാക്ക് ആണ്. പലർക്കും ഇത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. ഈ ഒരു റാൻസംവെയർ അറ്റാക്ക് വരുന്നതിന് മുമ്പ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുക ഡാറ്റ ഫ്രീക്വന്റ്ലി ഒരു ബാക്കപ്പ് എടുത്ത് വെക്കുക എന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം. സോ നമ്മൾക്ക് രണ്ട് രീതിയിൽ ഡാറ്റ ബാക്കപ്പ് എടുത്ത് വെക്കാം. അത് ഒന്ന് ഫിസിക്കൽ സ്റ്റോറേജ്, നമ്മൾ പെൻഡ്രൈവിലും ഹാർഡ് ഡിസ്കിലും ഇതുപോലെ ഇപ്പോൾ കണ്ട സിറ്റുവേഷനിൽ ഹാർഡ് ഡിസ്ക്കാണ് യൂസ് ചെയ്തത്. പക്ഷേ റാൻസംവെയർ അറ്റാക്ക് കിട്ടുന്ന സമയത്ത് ഹാർഡ് ഡിസ്ക് കണക്റ്റഡ് ആണെങ്കിൽ ഹാർഡ് ഡിസ്കിലെ ഫയൽസും നമ്മൾക്ക് നഷ്ടപ്പെടും. അപ്പോൾ മറ്റൊരു സൊല്യൂഷനാണ് ക്ലൗഡ് ബാക്കപ്പ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഗൂഗിൾ ഡ്രൈവ് കണ്ടിട്ടുണ്ടാവും, വൺ ഡ്രൈവ്, ഐക്ലൗഡ് ഡ്രൈവ്, ഇങ്ങനെ പല ഡ്രൈവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെയൊക്കെ പ്രത്യേകത ഡ്രൈവിൽ their own ആൻറ്റിവൈറസ് അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളെ നെറ്റ്വർക്കും കമ്പ്യൂട്ടറും കംപ്ലീറ്റ്ലി റാൻസംവെയർ അറ്റാക്ക് വന്ന് ഫയൽസ് മിസ്സാകുകയാണെങ്കിലും ഗൂഗിൾ ഡ്രൈവിൽ ആ ബാക്കപ്പ് സേഫ് ആയിട്ട് തന്നെ ഉണ്ടാവും. അഥവാ ക്ലൗഡ് ബാക്കപ്പ് നിങ്ങൾക്ക് അത്ര സേഫ് അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മോർ ദാൻ വൺ ബാക്കപ്പ് കരുതുക. ഫോർ എക്സാമ്പിൾ ഡെയിലി ആണെങ്കിൽ ഡെയിലി, അത്ര ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഡെയിലിയും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വീക്ക്ലി വൺസ് എങ്കിലും ഒരു ബാക്കപ്പ് കരുതുക. ഫോർ മോർ വീഡിയോസ് ഫോളോ ഒഫൻസോ ഹാക്കേഴ്സ് അക്കാദമി.